ഹായ് മഗിൾസ്, അങ്ങനെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു, റിസൾട്ട് ഒക്കെ വന്നു. +1 +2 ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ നല്ലപോലെ ആലോചിച്ചു. അതിനുവേണ്ടി അലോട്ട്മെന്റിന് നമ്മൾ അപ്ലൈ ചെയ്തു. ആദ്യം തന്നെ എൻ്റെ എല്ലാ മക്കൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കിട്ടട്ടെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഏത് സ്ട്രീമിന് അപ്ലൈ ചെയ്താലും, അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അതിലേതെടുത്താലും എൻ്റെ മക്കൾ നേരത്തെ പഠിച്ചു തുടങ്ങണം. ഇതാണ് മെയിൻ കാര്യം. ദയവ് ചെയ്ത് പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ ചെയ്ത മാതിരി യൂട്യൂബ് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. എക്സാമിൻ്റെ തലേന്നോ ഒരു 10 ഡേ സ്റ്റഡി പ്ലാനോ 5 ഡേ സ്റ്റഡി പ്ലാനോ അതൊന്നും കാത്തിൻ്റെ മക്കൾ നിൽക്കരുത്. കാരണം എന്താടാ, 10ാം ക്ലാസ് പോലെയല്ല +1. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. സോ നേരത്തെ നല്ലൊരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള കാര്യം. സോ ഒരു കാരണവശാലും പണ്ടത്തെ പോലുള്ളൊരു ഉഴപ്പ് എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത്. എടാ, ജസ്റ്റ് ഒരു കാര്യം നോക്കടാ. ഇപ്പോൾ SLC റിസൾട്ട് വന്ന സമയത്ത് അന്ന് നിങ്ങൾക്കറിയാം, ശിവൻകുട്ടി സാർ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ വായിച്ച് ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 61,000 സംതിങ്. എന്നാൽ നിങ്ങളെ ഏട്ടന്മാർ +2 ഏട്ടന്മാരുടെ റിസൾട്ട് വന്നില്ലേ? +2ൽ എത്ര പേർക്ക് ഫുൾ A+ ഉണ്ട് നിങ്ങൾക്കറിയോ? 61,000 സംതിങ് കുട്ടികൾക്ക് SLCയിൽ ഫുൾ A+ ഉണ്ടായപ്പം +2ൽ ഫുൾ A+ ഉള്ളത് 30,000 സംതിങ് കുട്ടികൾക്കാണ്. എത്ര കുട്ടികൾക്ക് ഫുൾ മാർക്ക് ഉണ്ട് നിങ്ങൾക്ക്? 1200 ഓൾ കേരള. അപ്പം നിങ്ങളിരിക്കും ഓൾ കേരള എന്ന് പറയുമ്പോൾ ഒരു 5,000 6,000 ഒരു 50,000 ഒക്കെ ഉണ്ടാവുന്നു. ഇല്ല എടാ, ഓൾ കേരള 1200 കിട്ടിയത് വെറും 41 കുട്ടികൾക്ക് മാത്രമാണ്. 1200 കിട്ടി. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 30,000 ഒരിത്തിരി കൂടുതൽ. അത്ര കുട്ടികൾക്ക് മാത്രം ഫുൾ A+ കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു ഗൗരവത്തോടെ പലരും എന്തിനു സമീപിക്കുന്നില്ല? +1 +2 സമീപിക്കുന്നില്ല. പക്ഷെ എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യരുതടാ. നിങ്ങളെ 10ാം ക്ലാസ്സിൽ അത്രത്തോളം കണ്ട ആളാണ് ഞാൻ. നിങ്ങൾക്ക് കുറേ ചാറ്റ് ചെയ്ത ആളാണെന്നാണ്, കുറേ ലൈവിലും മറ്റതൊക്കെ നമ്മൾ സംസാരിച്ച ആൾക്കാരാണ്. സോ എൻ്റെ പൊന്നു മക്കൾ +1 +2ലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നല്ല മാർക്ക് കിട്ടണം. സോ നേരത്തെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലോ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക. അതിൽ നിങ്ങൾ എജുപോർട്ടിലാണ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സയൻസിന് നമ്മളെ കയ്യിൽ 5,499 രൂപ മാത്രമാണ് നമ്മളെ സൂപ്പർ ബാച്ചിലുള്ളത്. എന്നാൽ അത് ബാക്കിയുള്ള ടീം ആയിക്കോട്ടെ, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ ആയിക്കോട്ടെ, അതിന് വെറും 4,999 രൂപ മാത്രമാണുള്ളത്. ഇനി സാറേ എന്താ ഞങ്ങളുടെ ബാച്ചിൻ്റെ പ്രത്യേകത? ഒന്നാമത്തെ കാര്യം, ഏറ്റവും നല്ല റിസൾട്ടാണ്. ഇപ്പം റിസൾട്ട് വന്ന സമയത്ത് കേരളത്തിലെ നമ്പർ 1 റിസൾട്ടാണ് എജുപോർട്ടിന്. അത് ഏത് എക്സാമും ആയിക്കോട്ടെ. ഇപ്പം നിങ്ങളെ +2 റിസൾട്ട് വന്നല്ലോ, ഇപ്പം വന്നല്ലോ. ആ +2 റിസൾട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 41 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് ഉള്ളത്. അതിൽ 5 കുട്ടികൾ എജുപോർട്ടിൻ്റെ സ്വന്തം നമ്മുടെ സൂപ്പർ ബാച്ചിലെ മക്കളാണ്. നേരത്തെ ജോയിൻ ചെയ്ത മക്കളാ. കുറേ പേർക്ക് ഫുൾ A+ എണ്ണം നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞ ഏറ്റവും ടോപ്പുള്ള ആ 41 എണ്ണം ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഫുൾ A+ നോക്കുകയാണെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും റിസൾട്ടിൽ എന്നും എജുപോർട്ട് തന്നെയാണ് മുമ്പിൽ. കാരണം എന്താ? നമ്പർ 1 ടീച്ചേഴ്സ്. അത്രക്കും കിഡിലോസ്കി ടീച്ചേഴ്സാണ് എജുപോർട്ടിൽ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാകുക. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും. ആ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് എടുക്കുന്ന എജുപോർട്ടിൻ്റെ ആപ്പിൽ നിങ്ങൾക്കൊരു ക്ലാസ് തരുന്ന സമയത്ത് അത് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാവും. ഓരോ ദിവസം നിങ്ങൾക്ക് എന്താണ് പഠിപ്പിച്ചു തരിക, നിങ്ങൾ ഇന്ന വീഡിയോ കണ്ടാൽ മതി, അല്ലാതെ അവിടെയും ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ രീതിയിൽ നിങ്ങളിങ്ങനെ കൊണ്ടുപോകും. ഡെയിലി ഷെഡ്യൂൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, സൂം ക്ലാസ്. പിന്നെ നിങ്ങൾക്ക് എന്താ മെൻറ്റർഷിപ്പ് ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനുള്ള മെൻറ്റർഷിപ്പ് ഉണ്ട്. പിന്നെ എന്താണ് അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്. എന്ത് ഈ അഡാപ്റ്റും ചെക്ക് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ക്ലാസ് കഴിഞ്ഞാലും അതിന് താഴെ അതുമായി ബന്ധപ്പെട്ട തിരിച്ചും മറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ആ ഹെഡിങ് പക്കാ പെർഫെക്റ്റ് ആയി ഉറപ്പിക്കാനുള്ള കിഡിലോസ്കി ചോദ്യങ്ങൾ ഉണ്ടാവും. ഗെയിമിഫൈഡ് ലേണിംഗ്. ഓരോ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കോർ ഇങ്ങനെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ലീഡർ ബോർഡ് ഉണ്ടാവും. കേരളത്തിൽ നിങ്ങളെ സ്ഥാനം എത്ര, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പോയിന്റ് ആയി, അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗെയിമായിട്ട് ഇങ്ങനെ കാണാം, ലീഡർ ബോർഡ് വെച്ച് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വരും. സുതല പിന്നെന്താ, ഓരോ പാഠത്തിനും ശേഷം യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ടീച്ചേഴ്സിൻ്റെ ചാപ്റ്റർ വൈസ് നോട്ട്സ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, സ്പെഷ്യൽ ലൈവുകൾ, ക്വസ്റ്റ്യൻ ലൈബ്രറി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കിടുക്കാച്ചി ആപ്പാണ് എജുപോർട്ടിൻ്റെ ആപ്പ്. സോ ഗൈസ്, നിങ്ങൾ എജുപോർട്ടിൻ്റെ ആപ്പിൽ ചേർന്നിട്ടോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ചേർന്നിട്ടോ എന്തായാലും എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ അല്ലേ? ഞങ്ങളെ ബാച്ചിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ 1 ടീച്ചേഴ്സ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്ന ആ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് പഠിക്കാം, ഇത്രക്കും കിടക്കാച്ച ഫീച്ചേഴ്സുമായിട്ട്. ഓക്കെ അല്ലേ? സോ ഗൈസ്, വെൽക്കം ടു എജുപോർട്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കാര്യം എന്താ ചെയ്യേണ്ടി? താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം ഉണ്ടായിരിക്കും. ആ ഫോം എത്രയും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ വേഗം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഗൈസ്, see you there. Bye.